ഇവളെ പഠിപ്പിച്ചത്, ഇവളെ സ്പോർട്സിന് വിടുന്നത്, ഇവളുടെ വസ്ത്രം, ഇവളുടെ വിദ്യാഭ്യാസം, ഇവൾക്ക് വേണ്ടുന്ന മറ്റ് എന്താ പറയാ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് 80,000 രൂപയുടെ ഐഫോണാണ്. ഈ മംഗലാപുരത്ത് പോയപ്പോ അവിടെ വെച്ചിട്ട് വേറൊരു യുവാവുമായിട്ട് പ്രണയത്തിലായി പെൺകുട്ടി ഒരു ബന്ധം സ്ഥാപിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അകൽച്ച ഉണ്ടാകാനുള്ള കാരണം. ഇങ്ങനെ അമ്മ വിളിച്ച് ഈ പെൺകുട്ടിയെ വിളിച്ച് ഗാതു ഒന്ന് വന്ന് അവനോടൊരു 5 മിനിറ്റ് സംസാരിക്കണം, ഫോണിൽ സംസാരിച്ചാൽ മതി, അവന്റെ മനസ്സ് മാറ്റിയെടുത്തിട്ട് ഞങ്ങൾ ദൂരെ എവിടെയെങ്കിലും ആക്കി ജോലിക്കോ എന്തെങ്കിലും ആക്കിയിട്ട് അവനെ മനസ്സ് മാറ്റിയെടുക്കാം, നിന്നിൽ നിന്ന് വെറ്റിത്തരാം, ഒന്ന് സംസാരിച്ചാൽ മതി എന്ന് വരെ വളരെയധികം എന്താ പറയാ അവര് പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാൽ ഞാൻ കെഞ്ചി അപേക്ഷിച്ചു എന്നാണ് ആ അമ്മ പറഞ്ഞത്. ഈ ഗാതു പറഞ്ഞിട്ടുണ്ട് ഈ പുള്ളിക്കാരനോട്, നീ പോയി ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത്രയുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൈപ്പറ്റിയവന്റെ എന്നോട് പറഞ്ഞിരിക്കുകയാണ്, നീ പോയി ആത്മഹത്യ ചെയ്യടാ, എനിക്കൊന്നുമില്ല. നമസ്കാരം. പ്രണയം ഏറ്റവും മനോഹരമായ ഒരു അനുഭൂതിയാണ്. ഇത് എൻ്റെ വാക്കുകളല്ല, ഞാനൊരു കവിയുടെ വാക്കുകൾ കടമെടുത്തതാണ്. ഈ മനോഹരമായ അനുഭൂതി തൊട്ടറിയാത്തവർ, അനുഭവിച്ചറിയാത്തവർ എനിക്ക് തോന്നുന്നു വളരെ വളരെ ചുരുക്കമായിരിക്കും. നമ്മുടെ സ്കൂൾ തലങ്ങളിൽ ഒരുപക്ഷെ പ്രണയം എന്ന് തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ മറ്റുള്ളവരോട് തോന്നുന്ന അടുപ്പവും ഒക്കെ നമുക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത് അതൊക്കെ പ്രണയമായിരുന്നുവെന്ന്. സ്കൂളുകളിൽ പ്രണയിച്ചിട്ടുണ്ട്, കോളേജുകളിൽ നമ്മൾ പ്രണയിച്ചിട്ടുണ്ട്, തൊഴിലിടങ്ങളിൽ പ്രണയം ഉണ്ടാവാറുണ്ട്, നമ്മളുടെ യാത്ര ചെയ്യുന്ന ഇടങ്ങളിൽ, യാത്രകളിൽ പോലും ട്രെയിനിലും ബസ്സിലും സ്ഥിരമായി യാത്ര ചെയ്യുമ്പോൾ അവിടെയൊക്കെ നമുക്ക് പ്രണയങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരം പ്രണയം എങ്ങനെ മനോഹരമാകുന്നു എന്ന് ചോദിച്ചാൽ കൊടുക്കൽ വാങ്ങലുകളിലൂടെ, സ്നേഹമെന്ന വികാരം കൊടുക്കുന്നതിലൂടെ, വാങ്ങുന്നതിലൂടെ, തടയപ്പെടുന്നതിലൂടെ ഒക്കെ പ്രണയത്തിന് അതിൻ്റേതായ ഒരു സുന്ദരമായ രൂപം കൈവരുന്നുണ്ട്. നമ്മൾ അങ്ങനെ പ്രണയത്തിൻ്റെ ലോകത്ത് നായകനും നായികയും ആവുമ്പോൾ ആ ലോകത്ത്, ആ വലിയ ഒരു ലോകത്ത് അവരിലേക്ക് മാത്രമായി ആ ലോകം ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. തങ്ങളുടെ നല്ല വശങ്ങൾ മാത്രം പങ്കാളിക്ക് കാട്ടിക്കൊടുക്കുന്നതാണ് യഥാർത്ഥ പ്രണയങ്ങൾ എക്കാലവും. പിന്നീട് പ്രണയത്തിൻ്റെ തലം മാറി പ്രണയം ലാഭത്തിനു വേണ്ടിയുള്ള പ്രണയത്തിലേക്കെത്തി. പണമായിട്ടും ഗിഫ്റ്റുകളായിട്ടും ഒക്കെ അങ്ങനെ പ്രണയം വഴിമാറിക്കൊണ്ടേയിരുന്നു. പിന്നീട് മാർക്കറ്റിങ്ങിൻ്റെ ഒരു തന്ത്രമായി പ്രണയത്തെ ഉപയോഗിച്ച് തുടങ്ങി. നമുക്കറിയാം ഫെബ്രുവരി മാസമൊക്കെ ആയി കഴിയുമ്പോൾ, ഏകദേശം ഒരു ഫെബ്രുവരി 7 ഒക്കെ ആയി തുടങ്ങുമ്പോൾ തന്നെ ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. അങ്ങനെ വാലന്റൈൻസ് ഡേ എന്ന് പറയുന്ന ഒരു ദിനത്തിലേക്ക് പോകുന്നു. ആ വാലന്റൈൻസ് ഡേ ഒക്കെ എത്തിക്കഴിയുമ്പോഴേക്ക് നമുക്ക് കാണാം മിക്കവാറും എല്ലാ കടകളിലും ചുവപ്പും വെള്ളയും നിറത്തിലുള്ള ലവ് ഷേപ്ഡ് മീൻസ് ഹാർട്ട് ഷേപ്ഡ് ആയിട്ടുള്ള പല സാധനങ്ങളുമൊക്കെ ഇങ്ങനെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി പിടിച്ചു വയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ വാങ്ങി വയ്ക്കാറുണ്ട് ഈ കമിതാക്കൾക്ക് വാങ്ങുന്നതിന് വേണ്ടി. അങ്ങനെ പ്രണയം മാർക്കറ്റിങ്ങിൻ്റെ കൂടി ഒരു ഭാഗമായി ഇന്നത്തെ കാലത്ത് മാറുന്നു. ഇതിനിടയിൽ ഏറ്റവും വേദനാജനകം പ്രണയഭംഗങ്ങളാണ്. പ്രണയം ഉണ്ടെങ്കിൽ എന്തായാലും പ്രണയഭംഗങ്ങളും ഉണ്ടാകും. കാരണം പ്രണയിക്കുന്നവർക്ക് ഭംഗങ്ങളിൽ നിന്ന് വേദനയുണ്ടാവുകയുള്ളൂ. അതൊക്കെ ഒരു കാലഘട്ടത്തിൽ പ്രണയം അങ്ങനെ കൈവിട്ടു പോകുന്നു, അടുത്ത ഒരു പ്രണയിതാവിനെ അല്ലെങ്കിൽ പ്രണയിനിയെ കണ്ടെത്തുന്നു, പ്രണയിച്ചു തുടങ്ങുന്നു. അതൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഓരോ കാലങ്ങളിലും ഓരോ സമയങ്ങളിലുമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. എന്നാൽ പ്രണയം പിന്നീട് പലരുടെയും ജീവനെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. എങ്ങനെ ജീവനെടുക്കുന്നു എന്ന് ചോദിച്ചാൽ പലപ്പോഴും അതിൻ്റെ ഇരകളായിത്തീരുന്നത് പുരുഷന്മാർ അല്ലെങ്കിൽ ആൺകുട്ടികളാണ് എന്നുള്ളതാണ് നമ്മുടെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ കാണുന്നത്. പ്രണയം കൂടുതലും തനിക്ക് നഷ്ടപ്പെടുമ്പോൾ, പ്രണയം നഷ്ടപ്പെടുമ്പോൾ പല ആൺകുട്ടികളും അല്ലെങ്കിൽ പുരുഷന്മാരും ഭയങ്കര കോപാകുലരായി മാറുന്നു. ചിലർ അക്രമോത്സുകത കാണിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായി പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളിലും നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. അവരൊക്കെ തന്നെയും ഈ പറയുന്ന പോലെ പെട്രോള് മേടിച്ച് അവരുടെ തലയിലേക്ക് ഒഴിച്ച് തീ കൊളുത്തി അവരെ കൊലപ്പെടുത്തുന്നു, കുത്തിക്കൊലപ്പെടുത്തുന്നു, വെട്ടിക്കൊലപ്പെടുത്തുന്നു. അങ്ങനെ തുടങ്ങി നിരവധി സംഭവങ്ങൾ നമ്മളുടെ കൺമുമ്പിൽ തന്നെ ഉദാഹരണങ്ങളായിട്ടുണ്ട്. എന്നാൽ അത് മാത്രമാണോ? സ്ത്രീകൾക്കെതിരെ അല്ലെ പെൺകുട്ടികൾക്കെതിരെ മാത്രമാണോ അക്രമങ്ങൾ നടക്കുന്നത്? അല്ല എന്ന് പറയേണ്ടി വരും. കാര്യം കേരളത്തിൽ നടക്കുന്ന ആത്മഹത്യകൾ 73% പ്രണയഭംഗത്തിൽ മൂലം നമ്മുടെ ആൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് തെളിവുകളും എല്ലാം നമ്മുടെ പക്കലുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ മാധ്യമങ്ങളാരും തന്നെ ചർച്ച ചെയ്യുകയോ വൈകുന്നേരങ്ങളിൽ 1 മണിക്കൂർ ഡിബേറ്റുകളിലേക്ക് കൊണ്ടുപോകാനും ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മിഥു മോഹൻ എന്ന ധനുവച്ചുപുരം NSS കോളേജിൽ പഠിച്ച ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ഈ വർഷം ആദ്യം 1-ാം തീയതി ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ആത്മഹത്യയുടെ കാരണം മറ്റൊന്നുമല്ല, താൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന പെൺകുട്ടി
വേണ്ടതെല്ലാം അവൾക്ക് കൊടുത്തു. ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയാണോ, അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയെ ഏത് രീതിയിലാണോ നോക്കുന്നത്, അതുപോലെയെല്ലാം നോക്കി പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക, ലാപ്ടോപ്പ്, ഐഫോണ്, പഠന ഉപകരണങ്ങൾ, അവളുടെ സ്പോർട്സിലുള്ള അവളുടെ മികവ് കൊണ്ട് ഫെൻസിങ് കിറ്റുകൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ കുട്ടിക്ക് വേണ്ടി ഇവൻ വാങ്ങിക്കൊടുക്കുകയാണ്. ധാരാളമായി ആ പയ്യന് അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ കുട്ടീനെ കോളേജിൽ കൊണ്ടുവിടുന്നതും തിരിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നതും അവൻ്റെ കാറിൽ തന്നെയാണ്. ഇത് രണ്ട് വീട്ടുകാർക്കും അറിയാവുന്ന ഒരു പ്രണയബന്ധമായി ഇത് വളരുകയും ചെയ്തു. ഏകദേശം 5 വർഷക്കാലത്തോളം ഇവർ തമ്മിൽ പ്രണയിച്ചിരുന്നു. ഈ പ്രണയത്തിൻ്റെ എല്ലാം പുറത്ത് ഈ പെൺകുട്ടിയാണ് ആ ചെറുപ്പക്കാരനോട്, ആ 23-കാരനായ മിഥു മോഹനോട് പ്രണയാഭ്യർത്ഥന നടത്തിയതും പിന്നാലെ നടന്നതും ഒടുവിൽ നമ്മളുടെ സാധാ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ അവനെ വീഴ്ത്തിയതും ഒക്കെ. അങ്ങനെ ആ പ്രണയം കൊടി പിടിച്ച് നടക്കുന്ന സമയത്താണ് ഈ കുട്ടിക്ക് മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നത്. അങ്ങനെ മംഗലാപുരത്ത് എവിടെയോ പഠിക്കാൻ പോയി ആ കുട്ടി മറ്റൊരു പ്രണയത്തിൽ അകപ്പെടുമ്പോൾ സ്വാഭാവികമായും ആദ്യത്തെ പ്രണയിതാവിനോട് ഒരു ദേഷ്യമൊക്കെ തോന്നും. ആദ്യത്തെ പ്രണയിതാവ്, കാര്യം അവൻ വളരെ കൂടുതൽ ഹൃദയം കൊടുത്ത് പ്രണയിച്ചു പോയതാണ്. അവർ ഒരു ബർത്ത്ഡേക്ക് പോലും ഗിഫ്റ്റായി 80,000 രൂപയ്ക്ക് മേൽ വിലയുള്ള ഒരു ഐഫോൺ കൊടുക്കുന്നു. അപ്പം ആ പയ്യന്, മിഥുവിന് ആ കുട്ടിയോടുള്ള പ്രണയം എത്രത്തോളമാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ രീതിയിലൊക്കെ പ്രണയിച്ചു വരുന്നു. ഒടുവിൽ പതുക്കെ പ്രണയം പിന്നീട് നിരാസത്തിൻ്റെ പ്രണയത്തിലേക്ക് പോകുന്നു. പ്രണയത്തിൽ ത്യാഗം ഒരു വലിയ ഘടകമാണ് എങ്കിൽ പോലും പതുക്കെ ഈ മിഥുവിനെ ഒഴിവാക്കുകയാണ്. ആ മിഥു ആവട്ടെ കോളേജിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയുടെ ഗണത്തിലേക്ക് എണ്ണിക്കഴിഞ്ഞൊരു പയ്യൻ, മികച്ചൊരു സ്പോർട്സ് താരം, നല്ല ഒരു പൊതുപ്രവർത്തകൻ, അങ്ങനെയുള്ള നിലകളിലെല്ലാം കോളേജിലെ കണ്ണിലുണ്ണിയായി മാറിയ ഒരു പയ്യൻ. അങ്ങനെ ആ രീതിയിലെല്ലാം ഈ വളർന്നു വന്ന് അല്ലെങ്കിൽ നാളെ നല്ലൊരു ഭാവി ഉണ്ടാകേണ്ട ആ ചെറുപ്പക്കാരനൊടുവിൽ ഒരു കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുകയാണ്. ആ കത്ത് കണ്ടെടുത്തപ്പോൾ ആ കത്തിൽ അവിടെ മഷി പടർന്ന പാടുകൾ കണ്ടു. ആ പാടുകൾ മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, അവൻ്റെ കണ്ണിൽ നിന്ന് ഇറ്റുവീണ കണ്ണീരിലാണ് ആ മഷിയെല്ലാം പടർന്നു പോയത്. അത്രത്തോളം അവൻ ആ കുട്ടിയെ സ്നേഹിച്ചിരുന്നു. ആ കുട്ടി എന്താണ് സമ്മാനിച്ചത്? നീ പോയി ചത്തൂടേടാ എന്ന് ഒരു ചോദ്യം. ആ ചോദ്യത്തിൽ ഏറെ മനംനൊന്ത ആ ചെറുപ്പക്കാരൻ, 23-കാരനായ മിഥു മോഹൻ, ഒരു മുഴം തുണിയിൽ തൻ്റെ ജീവൻ ഒടുക്കുകയാണ് ഉണ്ടായത്. ഇതൊക്കെയാണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പ്രണയിനി പകർന്നു തന്ന ജ്യൂസ് കുടിച്ച് മരണത്തിലേക്ക് പതിയെ നടന്നെടുത്ത് ഒടുവിൽ മരണത്തിന് കീഴ്പ്പെട്ടു പോയ പയ്യനെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ ആ കുട്ടിയെ ഒരിക്കലും മറന്നിട്ടില്ല. ആ പെൺകുട്ടിയെ മറക്കാനും നമുക്ക് കഴിയില്ല. ഗ്രീഷ്മ എന്നാണ് ആ കുട്ടിയുടെ പേര്. അങ്ങനെ നിരവധി സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെയായി നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത്, ഞാൻ അദ്ദേഹത്തെ ഫോണിൽ സംസാരിച്ചിരുന്നു. ആ കാര്യം, സ്ത്രീകൾക്ക് എല്ലാ നിയമപരിരക്ഷയും ലഭിക്കുന്നുണ്ട്, എന്തുകൊണ്ട് പുരുഷന് ഈ നാട്ടിൽ നിയമപരിരക്ഷ ഒന്നും ലഭിക്കുന്നില്ല? എനിക്ക് തോന്നുന്നു നിരവധി ഭർത്താക്കന്മാർ ഭാര്യമാരുടെ ദുഷ്ചെയ്തികൾ മൂലം ഇന്ന് ദുരിതം അനുഭവിക്കുന്നുണ്ട്. നിരവധി പേരെ എനിക്ക് നേരിട്ട് തന്നെ അറിയാവുന്നവരും ആ കൂട്ടത്തിലുണ്ട്. പെൺകുട്ടികളുടെ, പ്രണയിനികളുടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ പിന്നാലെ ഒടുവിൽ ഒരു തവണയെങ്കിലും എന്നോട് സംസാരിക്കുന്നു എന്ന് കേണ് പറഞ്ഞുകൊണ്ട് പിന്നാലെ പോയ ചെറുപ്പക്കാർ എന്ന് അനുഭവിക്കുന്ന ദുഃഖം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പലരും എന്നോട് പല കഥകളും പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്തുകൊണ്ട് പുരുഷന്മാർക്കൊരു സംഘടന ഉണ്ടായിക്കൂടാ? പുരുഷന്മാർക്കും ഇല്ലേ ജീവിക്കാനുള്ള അവകാശം? ചൂഷണം ചെയ്യപ്പെടാതിരിക്കാനുള്ള അവകാശം ഓരോ പുരുഷനുമുണ്ട്. സ്ത്രീക്കുള്ളതുപോലെ തന്നെ പുരുഷനുമുണ്ട്. പക്ഷേ സ്ത്രീകൾക്കെല്ലാം നിയമത്തിൻ്റെ ഒരു പിൻബലം അവർക്കെല്ലാവർക്കും ലഭിക്കുന്നുമുണ്ട്. നമുക്ക് ഒന്ന് നോക്കാം. ഇവിടെ കേരളത്തിൽ പുരുഷന്മാർക്കും ഇല്ലേ, ഉണ്ടാവേണ്ടതല്ലേ ഒരു സംഘടന? ഉണ്ട്. പുരുഷാവകാശ കമ്മീഷൻ, അജിത് കുമാർ എന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ തലപ്പത്തുള്ളത്. അദ്ദേഹം നമ്മളുമായി ഈ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മളുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. സാർ, അപ്പം നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം മിഥു എന്ന് പറയുന്ന കുട്ടി അവിടെ സൂയിസൈഡ് ചെയ്തു. സൂയിസൈഡ് ചെയ്ത് പ്രണയത്തെ തുടർന്നാണ്, പ്രണയത്തിലുണ്ടായ നിരാശയെ തുടർന്നാണ് എന്ന് നമുക്ക് പ്രൈമ ഓഫീസിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതിനു മുൻപ് ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് നിരവധി പണം മുടക്കിയ ഒരു ചെറുപ്പക്കാരൻ കൂടിയാണ് ഇത്. ഈ സാഹചര്യത്തിൽ സാർ എങ്ങനെയാണ് അത് നോക്കി കാണുന്നത്? ഞാൻ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് മിഥു മോഹന്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു. വീട്ടിൽ പോയി. അപ്പോൾ അവിടെ എനിക്ക് അറിയാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം
ഒരു ഒരു ഭാര്യയെ നമ്മൾ ഏത് രീതിയിലാണ് കാണുന്നത്, ആ വെറും ഒരു കാമുകിയായിട്ടല്ല അയാള് ആ പെൺകുട്ടിയെ കണ്ടത്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പുറകെ 2 വർഷത്തോളം പ്രണയാഭ്യർത്ഥന നടത്തിപ്പോയൊരു പെൺകുട്ടിയാണ് ഈ അക്ഷര എന്ന് പറയുന്ന ഗാതു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ യുവാവിന് അവളോടൊരു പ്രണയം തോന്നുന്നത്. അങ്ങനെ ഇവരിപ്പോ 5 വർഷത്തോളമായി പ്രണയത്തിലാണ്. അപ്പൊ ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഇവർക്ക് ആവശ്യം വേണ്ടുന്ന എന്ന് പറഞ്ഞാൽ ഇവളെ പഠിപ്പിച്ചത്, ഇവളെ സ്പോർട്സിന് വിടുന്നത്, ഇവളുടെ വസ്ത്രം, ഇവളുടെ വിദ്യാഭ്യാസം, ഇവർക്ക് വേണ്ടുന്ന മറ്റ് എന്താ പറയാ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് 80,000 രൂപയുടെ ഐഫോണാണ്. ഓ, അത് ശരി. കാരണം ഈ മിഥു എന്ന് പറയുന്ന പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വീട്ടില് സാമ്പത്തികമുള്ള ഒരു ഫാമിലിയാണ് ഇവര്. അപ്പൊ അച്ഛന്റെയും അമ്മയുടെയും അറിവോട് കൂടിയിട്ട് തന്നെയാണ് മിഥു ഈ വക സമ്മാനങ്ങളെല്ലാം ആ പെൺകുട്ടിക്ക് കൊടുത്തത്. അത് മാത്രമല്ല, ഈ മിഥുന്റെ വീട് പാലുകാച്ചിനും മറ്റുള്ള കാര്യങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ വരികയും സഹകരിക്കുകയും ചെയ്ത ഒരു പെൺകുട്ടിയാണ്. അപ്പോ ഇവർക്ക് അവരെ വീട്ടുകാരും അമ്മയും അപ്പനും എല്ലാ പേരും വിവാഹം കഴിപ്പിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അത് തന്നെയായിരുന്നു അവരെ കാഴ്ചപ്പാട്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇത്രയും വർഷത്തെ ഇതും പിന്നെ ഈ പെൺകുട്ടിക്ക് പിന്നെ ലാപ്ടോപ്പ് വാങ്ങി കൊടുത്തിട്ടുണ്ട്, പിന്നെ മറ്റു ഒരുപാട് സമ്മാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 3 മുതൽ 5 ലക്ഷം രൂപയുടെ വരെ ഇതിനിടയ്ക്ക് ഈ കാലയളവിൽ ഈ പെൺകുട്ടി കൈപ്പറ്റിയിട്ടുണ്ട്. ക്യാഷ് ആയിട്ടും ഗിഫ്റ്റ് ആയിട്ടും ഒക്കെ. ഇതിനു പുറമെ ഈ പെൺകുട്ടി പഠിച്ചിട്ട് വരുമ്പോ പുള്ളിയുടെ കാറിലാണ് 15 ലക്ഷം രൂപയുടെ കാറിലാണ് കൊണ്ടുവിടുന്നതും വിളിച്ചുകൊണ്ട് വരുന്നതും മറ്റു കാര്യങ്ങളെല്ലാം. ഇത് പരസ്പരം 2 വീട്ടുകാരുടെയും സമ്മതത്തോട് കൂടിയിട്ടാണ്. മനസ്സിലായില്ലേ? പെൺകുട്ടി എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായിട്ട് വളരെയധികം താഴ്ന്ന നിലവാരത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടുന്ന പുള്ളിക്കാരന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്ത് അവളെ പഠിപ്പിക്കുവാനും തുടർ പഠനത്തിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും ചെയ്തു കൊടുക്കുന്ന ഒരു യുവാവായിരുന്നു. എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് കളങ്കമില്ലാതെ പ്രണയിച്ചു എന്ന് തന്നെ പറയാം. കാര്യം ഭാര്യയാവാൻ തോന്നുന്ന ഒരു പെൺകുട്ടിയല്ലേ എന്നുള്ള രീതി. അതിവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇയാള് തന്നെയാണ് ഈ പെൺകുട്ടിയെ ഒരു പഠനത്തിന് വേണ്ടിയിട്ട് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് മംഗലാപുരത്ത് വിടുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഈ മംഗലാപുരത്ത് പോയപ്പോ അവിടെ വെച്ചിട്ട് വേറൊരു യുവാവുമായിട്ട് പ്രണയത്തിലായി പെൺകുട്ടി ഒരു ബന്ധം സ്ഥാപിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അകൽച്ച ഉണ്ടാവാനുള്ള കാരണം. അങ്ങനെ ഈ പെൺകുട്ടികളിൽ ഇപ്പൊ ഭൂരിഭാഗം പേരും ഒരേ സമയം ഒരുപാട് പുരുഷന്മാരുമായിട്ട് ബന്ധം വെക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അത് നമ്മുടെ മണ്ടന്മാരായിട്ടുള്ള യുവാക്കൾ അത് മനസ്സിലാക്കുന്നില്ല. അവർ ഈ അമിതമായിട്ട് ഈ പെൺകുട്ടികളെ പ്രണയിക്കുന്നു. അതിലാണ് ഒരുപാട് പേര്, പുരുഷന്മാരാണ് ആത്മഹത്യ ഏറ്റവും കൂടുതൽ. പക്ഷെ അത് മുഖ്യധാര മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതില് ഞങ്ങൾക്കും വളരെയധികം ഖേദമുണ്ട്. പക്ഷെ ഇവിടെ ഈ പഠിച്ചിട്ട് പിന്നീട് ഈ മംഗലാപുരത്ത് നിന്ന് വന്നതിന് ശേഷമാണ് ഈ പെൺകുട്ടിയുടെ സ്വഭാവം മാറിയത്. അങ്ങനെ ഇയാള് വിളിക്കുമ്പോ പിന്നെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല, പിന്നെ സംസാരിക്കുന്നില്ല. അങ്ങനെ ഒരു വലിയൊരു ഗ്യാപ്പ് വരികയാണ്. അങ്ങനെ വന്നപ്പോ ഈ മിഥുന്റെ അമ്മ, കാര്യം പുള്ളിക്കാരൻ ഡിപ്രഷനിലോട്ട് പോകുമായിരുന്നു. അപ്പൊ അങ്ങനെ അമ്മ വിളിച്ച് ഈ പെൺകുട്ടിയെ വിളിച്ച് ഗാതു ഒന്ന് വന്ന് അവനോടൊരു 5 മിനിറ്റ് സംസാരിക്കണം, ഫോണിൽ സംസാരിച്ചാൽ മതി, അവന്റെ മനസ്സ് മാറ്റിയെടുത്തിട്ട് ഞങ്ങൾ ദൂരെ എവിടെയെങ്കിലും ആക്കി ജോലിക്കോ എന്തെങ്കിലും ആക്കിയിട്ട് അവനെ മനസ്സ് മാറ്റിയെടുക്കാം, നിന്നിൽ നിന്ന് വെറ്റിത്തരാം, ഒന്ന് സംസാരിച്ചാൽ മതി എന്ന് വരെ വളരെയധികം എന്താ പറയാ അവര് പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാൽ ഞാൻ കെഞ്ചി അപേക്ഷിച്ചു എന്നാണ് അമ്മ പറഞ്ഞത്. പക്ഷെ എന്നിട്ട് പോലും ഈ പെൺകുട്ടി വകവെച്ചില്ല. അടുത്ത് ഈ പെൺകുട്ടിയുടെ അമ്മയോട് പറഞ്ഞു, ഈ അമ്മ മിഥുന്റെ അമ്മ പെൺകുട്ടിയുടെ അമ്മയോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഒരു 2 മിനിറ്റ് അവനോടൊന്ന് സംസാരിക്കാൻ പറയണം എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഈ പെൺകുട്ടി സംസാരിച്ചിട്ടില്ല. അവസാനം ഈ മരണപ്പെടുന്നതിന്റെ അന്ന് ജനുവരി 1 അന്ന് ഇയാള് മിഥുന്റെ റൂമില് കയറി വാതിലടച്ചിരിക്കുകയും അവിടെ ഈ അമ്മ പോയി സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് അമ്മ വെക്കുമെന്ന് പറഞ്ഞ് താഴെ ഇറക്കി വിടുകയും അതിനിടയ്ക്ക് വെച്ച് ഈ പെൺകുട്ടിയുമായിട്ടൊരു 2 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ചതിന് ശേഷമാണ് ഈ യുവാവ് കയറി ഫാനിൽ തൂങ്ങി മരിക്കുന്നത്. മനസ്സിലായില്ലേ? വളരെയധികം വേദനിപ്പിക്കുന്നതാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പുരുഷന്മാരെ ആത്മഹത്യ ചെയ്യുന്ന 73%. പക്ഷെ ഒരിക്കലും അത് പുറത്തു വരുന്നില്ല. ഏതെങ്കിലും ഒരു പെൺകുട്ടിയാണ് അതെ ഈ അക്ഷരയോ ഗാതുവോ ആണ് ഈ ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിൽ, അക്ഷയ ഗാതു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പേര് തന്നെ. അപ്പൊ മിഥുവിന്റെ ഗാതു എന്നൊക്കെയാണ് അവിടെ ഈ സ്നേഹത്തോട് കൂടിയിട്ട് ഈ പെൺകുട്ടി നമ്മുടെ ഈ മിഥുൻ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിൽ കൃത്യമായിട്ടും ആ യുവാവിനെ ഇതിനു മുന്നേ ജയിലിൽ അടച്ചേനായിരുന്നു. നിസ്സാര മണിക്കൂറിനൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലെടുത്തേനെ. പക്ഷെ ഇതേവരെ ഈ ഗാതുവിനെ അറസ്റ്റ് ചെയ്യാനോ ഒരു കേസെടുക്കുവാനോ മൊഴിയെടുക്കുവാനോ നെയ്യാറ്റിൻകര പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്.
ഞാൻ അവിടെ പോയ ദിവസം ഞാൻ ഈ SHO വിളിച്ചു, സർക്കിളിനെ വിളിച്ചു, സ്റ്റേഷനിൽ വിളിച്ചു, SIയുടെ സർക്കിളിന്റെ നമ്പർ വാങ്ങിച്ചു, ഞാൻ സർക്കിളിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്നത് തെളിവുകൾ ഇല്ല. ഞാൻ ചോദിച്ചോട്ടെ, മൊഴിക്കപ്പുറം എന്ത് തെളിവാണ് വേണ്ടത്? അതെ, സാധാരണഗതിയിൽ മരണമൊഴിയായിട്ട് കാണുന്നത് ആത്മഹത്യക്കുറിപ്പാണല്ലോ. ആ രീതിയിലാണ് പല കേസുകളും എടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ പെൺകുട്ടികൾ മരിക്കുന്നതിനൊന്നും പുരുഷന്മാർക്കെതിരെ നടപടി എടുക്കാൻ പറ്റില്ലല്ലോ. അതെ, ഈ മരണമൊഴി ഇല്ലെങ്കിൽ പോലും അവർ സാഹചര്യ തെളിവുകളും അത് എല്ലാം നോക്കി കാണുന്നുണ്ട്. അതെ അതെ, അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ കണ്ണീരിൽ കുതിർന്ന മരണമൊഴി ഇവിടെ കിടക്കുകയാണ്. അതെ, കരഞ്ഞാണ് പുള്ളിക്കാരൻ ഈ മരണമൊഴി കഴിഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ കണ്ണുനീര് വീഴുന്ന മഷി കലങ്ങിയിരിക്കുകയാണ് മരണമൊഴിയിൽ. ഈ സാധനം നിലനിൽക്കുമ്പോഴാണ് സർക്കിൾ പറയുന്നത് തെളിവുകളില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, സംഘടനാപരമായിട്ട് ഞങ്ങളെല്ലാവരും കൂടി സമരം ചെയ്യും, സ്റ്റേഷൻ പിക്കറ്റിംഗ് മറ്റു നടപടികളുമായിട്ട് ഞങ്ങൾ പോകും എന്ന് പറഞ്ഞപ്പോ ഒരു 10 ദിവസത്തിനകം നടപടി എടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അത് പിന്നെ ശക്തമായിട്ട് ഞാൻ കുറച്ചുകൂടി ഒന്ന് കടുപ്പിച്ചപ്പോൾ ഒരാഴ്ചക്ക് എടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതേവരെ ഒരു നടപടി ഉണ്ടായിട്ടുള്ളതായിട്ട് അറിയില്ല. അപ്പൊ എന്തായാലും ഞങ്ങള് മറ്റ് സമരപരിപാടികളുമായിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ നിലവിൽ ആയിരിക്കും. ഇത് പൊതുവെ പുരുഷന്മാർക്ക് നേരെ നടക്കുന്ന ഒരു, ശരിക്കും സ്ത്രീകൾ ഇതിനെ ഒരു സ്ത്രീകൾ പുരുഷന്മാരെ ചൂഷണം ചെയ്യുന്നതിന്റെ ഒരു തെളിവായി കൂടെ നമുക്ക് ഇതിനെ കണ്ടുകൂടെ? കാര്യം ഈ രീതിയിൽ പ്രണയം നടിക്കുക, പ്രണയത്തിലൂടെ അവരിൽ നിന്ന് പണം തട്ടിയെടുക്കുക, പണമായിട്ടും ഗിഫ്റ്റായിട്ടും ഒക്കെ വിലപിടിപ്പുള്ള പലതും തട്ടിയെടുക്കുക, പിന്നീട് മറ്റൊരിടത്തേക്ക് ചേക്കേറുക, ഇത് ഒരു പെൺകുട്ടികൾ പുരുഷന്മാരെ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയല്ലേ ശരിക്കും ഇത്? അതെ, ഇന്ന് വലിയൊരു വിഭാഗം സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ ഈ സാമ്പത്തികമുള്ള പുരുഷന്മാരെ കണ്ടെത്തി അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇതിന് ഈസിയായിട്ട് ചീറ്റിംഗ് കേസ് എടുക്കാമല്ലോ ഇതിന്. അതെ, ഇത്രയും സമ്മാനങ്ങൾ കൊടുത്തതിനെല്ലാം തെളിവുണ്ട്. ഇപ്പൊ സർക്കിൾ പറയുകയാണ് തെളിവില്ലെന്ന് പറഞ്ഞ, ഇവിടെ തെളിവുണ്ട് എല്ലാത്തിനും. ആ പെൺകുട്ടിയുടെ ഇരിക്കുന്ന ഫോണ് ഒന്നും വേണ്ട, ആ പെൺകുട്ടിയെ വിളിച്ച് മൊഴിയെടുത്താൽ പോരെ. അവൾക്കെതിരെ കേസ് ചാർജ് ചെയ്തിട്ട് അവൾക്കെതിരെ അവളെ മൊഴിയെടുക്കണം, അവൾ എന്താണ് പറയുന്നതെന്നുള്ള എല്ലാം എഴുതിയെടുക്കണം. എടുത്തതിന് ശേഷം അതിൽ പറയുന്നത് എന്താണെന്ന് നോക്കിയിട്ട് ഇവർക്ക് കേസ് എടുക്കണോ വേണ്ടെന്ന് അവർക്ക് തീരുമാനിച്ചൂടെ? ഇവര് മൊഴിയെടുത്തിട്ടില്ല ഇതുവരെ. അതെ, അത് ചെയ്യണ്ടേ? ഫസ്റ്റ് നടപടിയെങ്കിലും ചെയ്യണ്ടേ? ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ശക്തമായിട്ട് ഇതിനെതിരെ ഞങ്ങൾ സമരം ചെയ്ത് ആ ഫാമിലി കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫാമിലി കൂടെ നിന്നാലേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. അവർ പിന്നെ കാര്യം നമ്മൾ ഷാരോൺ കേസിലൊക്കെ ഞങ്ങൾ ഇടപെട്ടിട്ട് അവസാനം നാണം കെട്ട് പിന്മാറേണ്ടി വന്നു. കാരണം ഷാരോൺ കേസിലെന്ന് പറഞ്ഞാല് ഗ്രീഷ്മയുടെ കയ്യിൽ നിന്ന് നല്ല കാശ് വാങ്ങിയിരിക്കുകയാണ് ഷാരോന്റെ ഫാമിലി. അത് ശരി. കാര്യം അവർ നമ്മള് 1 രൂപ പോലും കൊടുക്കണ്ട ഈ ഗ്രീഷ്മയുടെ ജാമ്യം റദ്ദ് ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതിയിൽ പോകാൻ ഞങ്ങൾ സംഘടന തയ്യാറായിരുന്നു. ഓൾ കേരള മെൻസുകളുണ്ട്. ആ ഒരു തീരുമാനം പോലും ഇവര് മറികടന്ന്, അത് മാത്രമല്ല ഞങ്ങള് ഗ്രീഷ്മയുടെ ഒക്കെ കോലം കത്തിച്ചു ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ അവിടെ. ഷാരോന്റെ പപ്പ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. കാര്യം അവര് കാശ് കൈപ്പറ്റിയിരിക്കുകയാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ജാമ്യം വരെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ അതുകൊണ്ട് കുറ്റപത്രം റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ് ഗ്രീഷ്മ. അത് ശരി. അപ്പൊ സ്ത്രീകൾക്ക് എന്ത് തെറ്റും ഇവിടെ കൊലപാതകം വരെ പ്ലാൻ ചെയ്തിട്ട് അതിനെ അവർക്ക് കേസില്ലാത്ത രീതിയിലാക്കാൻ കഴിയുന്നു. അതാണ് പ്രശ്നം. കുറ്റപത്രം റദ്ദ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? കോടതിയിൽ ശിക്ഷിക്കില്ല. ഇപ്പൊ ജാമ്യത്തിൽ കഴിയുന്ന ഗ്രീഷ്മയ്ക്ക് ഇനി ഈസി ആയിട്ട് പുറത്തിറങ്ങി നടക്കാമെന്നുള്ളതാണ്. ഇതൊക്കെ പുരുഷനാണ്. എന്തിനു പറയുന്നു? ആ വിസ്മയ കേസിൽ എന്തിനാണ് കിരൺകുമാർ കിടക്കുന്നത്? കിരൺകുമാർ ഒരു സർക്കാർ ജോലിക്കാരനാണ്, പഠിച്ച് ജോലി സമ്പാദിച്ച ഒരാളാണ്. ആ വ്യക്തി ഇന്ന് ജയിലിലാണ്. കാര്യം ഈ വിസ്മയെ കൊന്നിട്ടില്ല. ഇവിടെ ഡയറക്റ്റ് പ്ലാൻ ചെയ്ത് കൊന്ന ടീമുകൾ പുറത്തിറങ്ങി നടക്കണം സ്ത്രീകൾ. അപ്പൊ സ്ത്രീകൾക്ക് നിയമത്തിന്റെ പരിരക്ഷ വെച്ച് എന്തും ചെയ്യാം, എന്തും ഇവിടെ കേരളത്തിൽ നടക്കും. കേരളത്തിലാണ് സ്ത്രീ നിയമങ്ങൾ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്നത്. ആ ഒരു മറവ് പിടിച്ചുകൊണ്ട് പുരുഷന്മാരെ പരമാവധി പീഡിപ്പിക്കുക, ശാരീരികമായും മാനസികമായും ഒക്കെ പീഡിപ്പിച്ച് അവനെ തകർത്ത് അവനെ ആത്മഹത്യ ചെയ്യുക. ഈ ഗാദ് പറഞ്ഞിട്ടുണ്ട് ഈ പുള്ളിക്കാരനോട്, നീ പോയി ആത്മഹത്യ ചെയ്യുകയെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത്രയും ഒക്കെ സഹായങ്ങൾ ചെയ്തു കൈപ്പറ്റിയവന്റെ എന്നോട് പറഞ്ഞിരിക്കുകയാണ്, നീ പോയി ആത്മഹത്യ ചെയ്യടാ, എനിക്കൊന്നുമില്ല. മനസ്സിലായി? അപ്പൊ എത്രത്തോളം വിഷമാണ് ഇന്നത്തെ പെൺകുട്ടികളുടെ മനസ്സെന്ന് നമ്മൾ ചിന്തിക്കണം. സാമാന്യ ബോധമുള്ള ഒരു മനസ്സലിവുള്ള ഒരു വ്യക്തിക്കും പറയാൻ പറ്റില്ല ഇത്രയും ലക്ഷങ്ങൾ അവൾക്ക് വേണ്ടി ചെയ്തിരിക്കുകയാണ്. ആ ഒരു മിഥുവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു 2 വാക്ക് സംസാരിക്കാൻ തയ്യാറാവാതെ നീ പോയി ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്ന ഒരു മനസ്സ്, അത് ചിന്തിക്കാൻ പറ്റാത്തടത്താണ്. അവിടെയാണ് ഇന്നത്തെ പെൺകുട്ടികളുടെ മനസ്സെന്ന് പറയുന്നത്. അത് നമ്മൾ ഓരോ പുരുഷന്മാരും മനസ്സിലാക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ
ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം. എന്തിനും ഏതിനും ഒരു മുഴം കയറിൽ ജീവനൊടുക്കാൻ ശ്രമിക്കുന്ന നിരവധി പേരാണ്, അല്ലെ ജീവനൊടുക്കിയ നിരവധി പേർ നമ്മുടെ കൺമുമ്പിലുണ്ട്. ഭാര്യയോട് പിണങ്ങി, കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ചെയ്തതിനോട് പിണങ്ങി, ഭർത്താക്കന്മാരോട് പിണങ്ങി, സുഹൃത്തുക്കളോട് പിണങ്ങി, പെൺ സുഹൃത്തിനോട് പിണങ്ങി, ആൺ സുഹൃത്തിനോട് പിണങ്ങി, അങ്ങനെയൊക്കെ ജീവിതം ഒരു മുഴം കയറിൽ അവസാനിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു തുള്ളി വിഷത്തിൽ അവസാനിപ്പിക്കുന്ന നിരവധി ആളുകളെ നമ്മൾ ദിവസവും കാണുന്നുണ്ട്. അവരുടെ വാർത്തകളൊക്കെ നമ്മൾ വളരെ വേദനയോടുകൂടി നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നു. ആത്മഹത്യ എന്നാൽ ഒരു പ്രശ്നത്തിൻ്റെ അവസാനമാണ്. എല്ലാ പ്രശ്നങ്ങളും അവിടെ അവസാനിക്കുകയാണ്. പക്ഷേ പ്രശ്നം ജീവിച്ചിരിക്കുന്നവർക്കാണ്. ഒരിക്കലും മരണപ്പെട്ടവർക്ക് ഒരു പ്രശ്നവുമില്ല. അവരുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു. പിന്നീട് നമ്മളെ കരുതി നമുക്ക് വേണ്ടി ജീവിക്കുന്ന, അല്ലെങ്കിൽ നമ്മളോടൊപ്പം ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ വരെ, അവരെ പോലും നമ്മൾ അനാഥത്വത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും മരണത്തെ പുൽകുന്നത്, സ്നേഹത്തോടെ പുൽകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ആത്മഹത്യ ചെയ്യുന്നവർ ഒരു മിനിറ്റ് ചിന്തിച്ച് നോക്കുക. നമുക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, അതോടൊപ്പം മക്കളുണ്ട്, ഭാര്യയുണ്ട്, അങ്ങനെ നിരവധി ബന്ധങ്ങളുടെ ഒരു ചങ്ങല നമുക്ക് ചുറ്റുമുണ്ട്. അവരെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ ക്ഷണനേരം ഉണ്ടാകുന്ന ഒരു വികാരത്തള്ളിച്ചയിൽ എന്തിന് നമ്മൾ ആത്മഹത്യയിലേക്ക് പോകണം? ഒന്ന് ചിന്തിക്കുക. ഒന്ന് ചിന്തിച്ച് നമുക്ക് ഇനിയും ജീവിതം ബാക്കിയാണ്. വയലാർ പറഞ്ഞതുപോലെ ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ നമുക്ക് ഈ സുന്ദരമായ ഈ ഭൂമിയിൽ നമുക്ക് ജനിക്കാൻ കഴിയട്ടെ.